നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ CPM ആൻഡ് PERT എന്നുള്ള ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കാണ് CPM, അതേപോലെ PERT, PERT. ഓക്കെ, ഈ രണ്ട് ടെക്നിക്സും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സും ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് ഉപയോഗപ്പെടുത്തുക, ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സിൻ്റെ ആവശ്യകത എന്തൊക്കെയെന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇനി നമ്മളിന്ന് സംസാരിക്കുന്നത് ഈ CPM ആൻഡ് PERT അതൊരു ടെക്നിക്സാണ്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ സിമ്പിൾ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സിമ്പിൾ ലോജിക്കലായിട്ടാണ്, ഒരു ലോജിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസിലെ CPM-ഉം PERT-ഉം ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് വേണ്ടത് ലോജിക്കാണ്, വേറെ ഒന്നും വേണ്ട. സോ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് അതിലുള്ളത് കൊണ്ട് കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ടേംസ് യൂസ്ഡ് ഇൻ CPM ആൻഡ് PERT, PERT. ഓക്കെ, അതിൽ സ്കോപ്പ് മീൻസ് ഈ CPM-ൻ്റെയും PERT-ൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് അതെന്താണെന്നുള്ളത് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കതിൽ ആദ്യം സ്കോപ്പ് സംസാരിക്കാം. സ്കോപ്പ് ഓഫ് CPM ആൻഡ് PERT അതൊന്നുമില്ല. ഒന്നാമത്തെ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ അഷ്യൂറിങ് ടൈം ഷെഡ്യൂൾ. നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി, സമയം ക്രമീകരിക്കാൻ വേണ്ടി CPM-ഉം PERT-ഉം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, ആ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിംഗ് ഒക്കെ എളുപ്പത്തിലാക്കാൻ CPM-നും PERT-നും സാധ്യമാവും. അതേപോലെ തന്നെ നല്ല രൂപത്തിൽ ബെറ്റർ ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാനിങ് ഇസ് പോസിബിൾ. അതായത് വളരെ വിശദമായി നല്ല രൂപത്തിൽ ആസൂത്രണം ചെയ്യാൻ CPM PERT എന്നുള്ള നെറ്റ്വർക്ക് അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഈ CPM ആൻഡ് PERT പ്ലാനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിലും ഓരോ ആക്ടിവിറ്റി ടൈം ഷെഡ്യൂളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ആൾക്കാരാണ് CPM-ഉം അതേപോലെ PERT-ഉം. അങ്ങനെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സീനിയർ എഞ്ചിനീയറാണെന്ന് വിചാരിച്ചു. നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഓരോ ആക്ടിവിറ്റിയും ഈ പ്രൊജക്റ്റ് ഇന്ന ദിവസം കൊണ്ട് ഇന്ന ആക്ടിവിറ്റി തീരണം, ഇന്ന ദിവസം കൊണ്ട് ഇന്ന ആക്ടിവിറ്റി തീരണം, ഈ ആക്ടിവിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആക്ടിവിറ്റി തുടങ്ങേണ്ടത് ഈ ആക്ടിവിറ്റിയാണ്, ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് കൂടെ തന്നെ മറ്റൊരു ആക്ടിവിറ്റി ഇന്ന ആൾക്കാർ ചെയ്യണം. ഇങ്ങനെ നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ അല്ല, അതിൻ്റെ ഒരു ബ്രീഫിങ്, അതേപോലെ നമ്മുടെ പെർഫോമൻസിനുള്ള ചെലവ്, അതിനുള്ള സമയം, ഇതൊക്കെ CPM ആൻഡ് PERT എന്നുള്ള നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് ലോജിക്കലി ഡ്രോ ചെയ്യാൻ സാധിച്ചാൽ, വരയ്ക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കത് ഒരുപാട് സഹായങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റികളെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രൊജക്റ്റിലും ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. ടൈം കൺസ്യൂം ചെയ്യുന്ന, ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് നടത്തുകയാണെങ്കിൽ അതിൽ ഒരുപാട് ജോബുകൾ ഉണ്ടാവും, ഒരുപാട് ടാസ്ക് ഉണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എല്ലാ ആക്ടിവിറ്റീസും ചില ആക്ടിവിറ്റീസ് 10 ദിവസം കൊണ്ടാണ് തീരെങ്കിൽ ചില ആക്ടിവിറ്റീസ് 5 ദിവസം മതിയാവും, ചില ആക്ടിവിറ്റീസ് 2 ദിവസം മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തന്നെ 10 ദിവസം കൊണ്ട് തീരുന്നതാണ് ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്ന ആക്ടിവിറ്റി. അങ്ങനെ നമ്മുടെ ഒരു പ്രൊജക്റ്റിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള, ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിയെടുക്കാൻ, ഡിഫൈൻ ചെയ്യാൻ, അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? CPM ആൻഡ് PERT എന്നുള്ള നെറ്റ്വർക്ക് അനാലിസിസ് കൊണ്ട് നമുക്ക് സാധ്യമാവും. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിച്ചത് 100% നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കണ്ടെത്താനുണ്ട്. അത് കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റിസോഴ്സസിനെ സംബന്ധിച്ച് എത്ര റിസോഴ്സ് നമുക്ക് വേണം, ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ്, അത് മനുഷ്യരാവാം, മറ്റു മെറ്റീരിയൽസ് ആവാം, യന്ത്രങ്ങളാവാം, ടൂൾസ് ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, ഓക്കെ, പല ഐറ്റംസും ആവാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചുരുക്കി എന്ത് വിളിക്കാം? റിസോഴ്സസ് എന്ന് വിളിക്കാം, അല്ലേ? ഈ റിസോഴ്സിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു CPM ആൻഡ് PERT-ഉമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് എന്നല്ല, പല പ്രൊജക്റ്റ് കാരണം എഞ്ചിനീയറിംഗിൽ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗത്തിലും എന്തുണ്ട്? പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ടെക്നോളജി ഡീൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലൊക്കെ, ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലൊക്കെ CPM ആൻഡ് PERT എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, നെറ്റ്വർക്ക് അനാലിസിസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകും. ഓക്കെ,
അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ടേംസ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് വരയ്ക്കുക കേട്ടോ. നെറ്റ്വർക്ക് അത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടി വരും. ഓക്കെ, ഇപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പ്രോബ്ലം സൈഡും കൂടെ നോക്കുന്ന സമയത്ത് 100% അത് നമുക്ക് ഉറപ്പ് തരാൻ കഴിയും. 100% നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ആക്ടിവിറ്റീനെ സംബന്ധിച്ചാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിയുടെ ഡെഫിനിഷനൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് ആദ്യം അതിൻ്റെ കുറച്ച് ചെറിയൊരു കോൺസെപ്റ്റിലേക്ക് പോയതിന് ശേഷം അത് സംസാരിച്ചാൽ മതി. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. ആക്ടിവിറ്റി, ഇവൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് ടേംസ് ആണ് ബേസിക്കലി നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. ഇതല്ലാതെ വേറെയും ഒരു 3-4 ടേംസ് ഉണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ ആക്ടിവിറ്റിനെ 2 തരമുണ്ട്, 3 തരമുണ്ട്. ഒന്ന് പ്രിഡിസസർ ആക്ടിവിറ്റി ഉണ്ട്, അതേപോലെ ഒരു സക്സസർ ആക്ടിവിറ്റി ഉണ്ട്, അത് മാത്രമല്ല ഒരു കൺകറന്റ് ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഇവന്റ് അതേപോലെ പ്രിഡിസസർ ഇവന്റ് ഉണ്ട്, സക്സസർ ഇവന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം. അതാണ് എക്സാമ്പിൾ. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിൽ കാണുന്നത് ഇവിടെ ഒരു വട്ടുണ്ട്, ഇവിടെ വേറൊരു വട്ടുണ്ട്, ഇവിടെ വേറൊരു വട്ടുണ്ട്, 3 സർക്കിൾ ഉണ്ട്. അതിലിങ്ങനെ 1, 2, 3 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ആരോ ഉണ്ട്, ഒരു അമ്പ് പോലത്തെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ആരോ അല്ലേ. ആരോയുടെ മേലെ A, B എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. ഇങ്ങനെ കൊടുത്തതിൽ മീനിങ് ഉണ്ട്. മീനിങ് നമുക്ക് മനസ്സിലാക്കാം, എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് ഒരു ആരോ സൂചിപ്പിക്കുന്നത് ആക്ടിവിറ്റിനെയാണ്. ആരോ സൂചിപ്പിക്കുന്നത് എന്താണ്, ആക്ടിവിറ്റിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പെയിൻറ്റിങ്, ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മിഷനറി പെയിൻറ്റിങ് നടത്തണം വിചാരിച്ചോ. സോ പെയിൻറ്റിങ് എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്. മെഷീനിങ് എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. കാസ്റ്റിംഗ് എന്നുള്ളത് അത് മറ്റൊരു ആക്ടിവിറ്റിയാണ്. അസംബ്ലിംഗ് എന്നുള്ളത് അതൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, മെറ്റീരിയൽ പർച്ചേസിംഗ് എന്നുള്ളത് അത് മറ്റൊരു ആക്ടിവിറ്റിയാണ്. അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റികൾ കൂടിച്ചേർന്നതാണല്ലോ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലെ ഓരോ ആക്ടിവിറ്റീനെയും സൂചിപ്പിക്കുക ആരോസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാണ്, ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടാവും. എക്സാമ്പിളായിട്ട് 2 ആക്ടിവിറ്റി മാത്രമേ നിങ്ങളെ പിക്ചറിൽ കാണുന്നുള്ളൂ. ഈ ആക്ടിവിറ്റിക്ക് നമ്മളൊരു പേര് കൊടുക്കണം. അതാണ് A, B. അതായത് A എന്നുള്ള ആക്ടിവിറ്റിയും B എന്നുള്ള ആക്ടിവിറ്റി. ഇതെങ്ങനെ മനസ്സിലായത്, ആരോ കണ്ട മനസ്സിലാക്കിയത് ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന നെറ്റ്വർക്ക് അനാലിസിസിലെ ഒരു കാര്യമാണ്, ഒരു ടേമാണ്. ഓക്കെ, ഒരു നൊട്ടേഷനാണ്. ഇനി ഈ A എന്നുള്ള ആക്ടിവിറ്റിയുടെ 2 സൈഡിലും സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ബിൻ്റെ എന്തുണ്ട്, രണ്ട് എൻഡിലും എന്തുണ്ട്, സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനെ നമ്മൾ സൂചിപ്പിക്കുക നോഡ് എന്നാണ്, NODE, നോഡ്. സർക്കിൾ നമ്മൾ സൂചിപ്പിക്കുക ഏതൊരു ടേം കൊണ്ടാണ്, നോഡ് എന്നുള്ള ടേം കൊണ്ടാണ്. ഈ നോഡിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കാം. ഈ 1, 2 എന്ന് കൊടുത്തത് എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് A എന്നുള്ള ആക്ടിവിറ്റി ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് വിചാരിച്ചു. വലിയൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണ്. സോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഒരു പ്രൊജക്റ്റാണ്. അതിലൊരു ആക്ടിവിറ്റിയാണ് എക്സ്കവേറ്റിംഗ്. എക്സ്കവേറ്റ് ചെയ്യുക. എന്താ എക്സ്കവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മണ്ണ് മാന്തി എടുക്കുക. ഓക്കെ, ബുൾഡോസേഴ്സും മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് മാറ്റിയെടുക്കും, മണ്ണ് മാന്തും അല്ലേ. ഈ മണ്ണ് മാന്തുക എന്നുള്ളതാണ് A എന്നുള്ള ആക്ടിവിറ്റി എന്ന് നിങ്ങളോട് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഈ മണ്ണ് മാന്തുക എന്നുള്ള ആക്ടിവിറ്റി, മണ്ണ് മാന്തൽ തുടങ്ങണം, അതെന്ത് ചെയ്യണം, അവസാനിക്കണം. ഈ തുടക്കത്തെ നമ്മൾ 1 എന്ന് കൊടുക്കാം, അവസാനിക്കുന്നതിന് മുമ്പ് കൊടുക്കാം 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ A എന്നുള്ള ഈ ഭാഗങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഇത്രയും ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മണ്ണ് മാന്തുക എന്നുള്ള ഒരു ആക്ടിവിറ്റി, മണ്ണ് മാന്തുക എന്നുള്ള പറയാൻ നമ്മൾ എന്ത് കൊടുത്തു, ആക്ടിവിറ്റിക്ക് ഒരു പേര് കൊടുത്ത് A എന്നുള്ള ആക്ടിവിറ്റി 1 എന്ന ഇവന്റിൽ നിന്നും, ഇവന്റ് ആണ് സംഭവം അല്ലേ, 1 എന്നുള്ള സംഭവത്തിൽ നിന്ന് തുടങ്ങി 2 എന്നുള്ള സംഭവത്തിൽ അത് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ 2 എൻഡിലും ഈ നോഡിൽ കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇവന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആക്ടിവിറ്റി, ഒരു ഓപ്പറേഷൻ തുടങ്ങുക, അത് അവസാനിക്കുക. അപ്പോൾ ആ തുടങ്ങുക അവസാനിക്കുക എന്നുള്ളതാണ് സംഭവം അല്ലെ. ഈ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ആക്ടിവിറ്റി നടക്കാറ്. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ എന്ത് ചോദിക്കും, ആ ഇഷ്യൂസിന് എന്താണ് സംഭവം ചോദിക്കും അല്ലേ. അപ്പോൾ എന്തോ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ ബേസിസിലായിരിക്കും അവിടുത്തെ ആ ഇഷ്യൂ എന്ന ആക്ടിവിറ്റി തുടങ്ങുക. അത് നമ്മൾ എന്ത് ചെയ്യും, സംസാരിച്ച് പരിഹരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടാവും.
ഏതൊരു ആക്ടിവിറ്റി അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഒരു ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? ഒരു തുടക്കം ഉണ്ടാവും, ഒരു അവസാനം ഉണ്ടാവും അല്ലേ? ഈ തുടക്കത്തെയും അവസാനത്തെയും നമുക്ക് എന്ത് വിളിക്കാം? ഈ തുടക്കം അവസാനം എന്നുള്ളതൊന്നും എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ, കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി സംസാരിക്കുകയാണ്. ഈ സ്റ്റാർട്ടിങ് എന്നുള്ളത് 1, എൻഡിങ് എന്നുള്ളത് 2 അല്ലേ? ഇത് നമുക്ക് ഇവന്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിക്കും ഒരു 2 ഇവന്റുകൾ ഉണ്ടാവും, 2 എഡ്ജിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും, ഈ ബി എന്നുള്ള ആക്ടിവിറ്റിക്കും എ എന്നുള്ള ആക്ടിവിറ്റിനും 2 എന്നുള്ള ഇവന്റ് കോമൺ അല്ലേന്ന്. കോമൺ ആണ്. അതായത് എങ്ങനെ നമുക്ക് ഇത് ടോട്ടലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. എ എന്നുള്ള ആക്ടിവിറ്റി 1 എന്നുള്ള ഇവന്റിൽ നിന്ന് തുടങ്ങി 2 എന്നുള്ള ഇവന്റിൽ അവസാനിക്കുകയാണ്. ബി എന്നുള്ള ആക്ടിവിറ്റി 2 എന്നുള്ള ഇവന്റിൽ നിന്ന് തുടങ്ങി 3 എന്നുള്ള ഇവന്റിൽ അവസാനിക്കുകയാണ്. അപ്പോൾ 2 എന്നുള്ള ഇവന്റ് എ എന്നുള്ള ആക്ടിവിറ്റിയുടെ അവസാനവും ബി എന്നുള്ള ആക്ടിവിറ്റിയുടെ തുടക്കവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആക്ടിവിറ്റി, എന്താണ് ഇവന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണിച്ച പ്രൊജക്റ്റിൽ ആകെ 2 ആക്ടിവിറ്റി ഉള്ളൂ. ഇനി ഇതിൽ കാണിക്കാത്ത ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇവിടെ A,10 എന്ന് കൊടുക്കും, B,8 എന്ന് കൊടുക്കും. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? എ എന്നുള്ള ആക്ടിവിറ്റി 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 മണിക്കൂർ കൊണ്ട്, ടൈമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ടൈമാണ് സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് ടൈം ഇൻ ഡേയ്സ് അല്ലെങ്കിൽ ഇൻ ഹവേഴ്സ്, ഇൻ ഇയേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് 10 വർഷമാവാം, 10 ദിവസമാവാം, 10 മണിക്കൂറാവാം, 10 മിനിറ്റ് ആവാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? മെൻഷൻ ചെയ്യും. അപ്പോൾ 10 A,10 പറഞ്ഞാൽ 10, ഇപ്പം ഞാൻ ദിവസം ഉദ്ദേശിക്കുന്നത് 10 ദിവസം കൊണ്ട് എ എന്നുള്ള ആക്ടിവിറ്റി 1 എന്നുള്ള ഇവന്റിൽ തുടങ്ങി 2 എന്നുള്ള ഇവന്റിൽ അവസാനിക്കും. അത് കഴിഞ്ഞ് ബി എന്നുള്ള ആക്ടിവിറ്റി 8 ദിവസം കൊണ്ട് 2 എന്നുള്ള ഇവന്റിൽ തുടങ്ങി 3 എന്നുള്ള ഇവന്റിൽ അവസാനിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടപ്പോൾ എന്താ മനസ്സിലാക്കിയത്? ഇതിലൊരു ആരോ മേലെ എന്തുണ്ട്? 2 ഇംഗ്ലീഷ് AB എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1, 2, 3 കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ CPM-ൻ്റെയും പെർട്ടും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? എ എന്നുള്ള ആക്ടിവിറ്റി 1 തുടങ്ങി 2 അവസാനിക്കുന്നു, ബി എന്നുള്ള ആക്ടിവിറ്റി 2 തുടങ്ങി 3 അവസാനിക്കുന്നു. ഇങ്ങനെ ഒരു മീനിങ് ഇതിനുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഈ ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? ആക്ടിവിറ്റി കൊടുക്കുന്നത് ആരോയുടെ മുകളിലാണ് അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് AOA മെത്തേഡ്. AOA മെത്തേഡ് എന്ന ആക്ടിവിറ്റി ഓൺ ആരോ. ഓക്കെ, ആക്ടിവിറ്റി ഓൺ നോഡ് മെത്തേഡ് വേറുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് AOA മെത്തേഡാണ്. അപ്പോൾ ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറഞ്ഞാൽ എന്താ? ആരോ ആണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? ആക്ടിവിറ്റി ആയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആരോ ആക്ടിവിറ്റി ആയിട്ട് സൂചിപ്പിക്കുന്ന രീതിയിൽ CPM പെർട്ടും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നെറ്റ്വർക്ക് അനാലിസിസിലെ ഈ CPM ആൻഡ് പെർട്ട് എന്നുള്ള ആ ഒരു ടെക്നിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? AOA മെത്തേഡാണ്. ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡാണ്. ആരോ ആണ് ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഈ ആക്ടിവിറ്റിക്കും ഇവൻറ്റും പ്രിഡിസസർ ആക്ടിവിറ്റി, സക്സസർ ആക്ടിവിറ്റി, കൺകറൻറ്റ്, പ്രിഡിസസർ ഇവൻറ്റ്, സക്സസർ ഇവൻറ്റ് എന്ന ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഈ ആക്ടിവിറ്റി ഇവൻറ്റും കൃത്യമായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. പ്രിഡിസസർ ആക്ടിവിറ്റിയും സക്സസർ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പ്രോബ്ലത്തിൽ ചോദിക്കുക ഈ സക്സസർ എന്നും പ്രിഡിസസർ എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഈ പ്രിഡിസസർ എന്ന് പറഞ്ഞാൽ മുന്നുള്ളത് എന്നാണ് അർത്ഥം. പ്രിഡിസസർ ആക്ടിവിറ്റി പറഞ്ഞാൽ മുന്നുള്ള ആക്ടിവിറ്റി. സക്സസർ ആക്ടിവിറ്റി പറഞ്ഞാൽ ശേഷമുള്ള ആക്ടിവിറ്റി. കൺകറൻറ്റ് ആക്ടിവിറ്റി പറഞ്ഞാൽ ഒരുമിച്ച് തുടങ്ങുന്ന ആക്ടിവിറ്റി. നമുക്ക് എക്സാമ്പിൾ സഹായത്തോടു കൂടി നോക്കാം. ഇപ്പോൾ ബി എന്നുള്ള ആക്ടിവിറ്റി എ എന്നുള്ള ആക്ടിവിറ്റിയുടെ സക്സസർ ആക്ടിവിറ്റിയാണ്. സക്സസർ ആണ് എന്താ? എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത് അല്ലേ? ഒരു ആക്ടിവിറ്റിക്ക് ശേഷമുള്ള മറ്റേ ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം? സക്സസർ ആക്ടിവിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ സക്സസർ ആക്ടിവിറ്റി ഏതാണ്? ബി ആണ്. കാരണം എന്താ? എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. എ എന്നുള്ള ആക്ടിവിറ്റിയുടെ സക്സസർ ആക്ടിവിറ്റി ഏതാണ്? ബി ആണ്. അപ്പോൾ പ്രിഡിസസർ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ പ്രീപെയ്ഡ് കണക്ഷൻ ഉണ്ടാവും അല്ലേ? പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ. അതെന്താ? ഫോൺ വിളിക്കുന്നതിന് മുന്നേ നമ്മൾ റീചാർജ് ചെയ്യണം, മുന്നേ പ്രീ. അതേപോലെ പ്രിഡിസസർ പറഞ്ഞാൽ എന്താ? മുമ്പുള്ള ആക്ടിവിറ്റി. അപ്പോൾ ബി എന്നുള്ള ആക്ടിവിറ്റിയുടെ പ്രിഡിസസർ ആക്ടിവിറ്റി ഏതാ? എ ആണ്. കാരണം എന്താ? ബിയുടെ മുന്നിൽ ആരാണ്? മുന്നേ ആരാണ്? എ ആണ്. ഇനി കൺകറൻറ്റ് ആക്ടിവിറ്റി ആണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് കൺകറൻറ്റ് ആക്ടിവിറ്റി എന്ന്? കൺകറൻറ്റ് ആക്ടിവിറ്റി, ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വേറൊരു ആക്ടിവിറ്റി വരച്ചു. ഓക്കെ, ഇതിലൊരു 3, 4 കൊടുത്തു, അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ABC എന്ന് കൊടുക്കാം. ഈ സിയുടെ കൂടെ ഒരു അക്കു ഉണ്ടാവും കേട്ടോ. നമുക്കറിയാം ഓരോ ആക്ടിവിറ്റി ഇത്ര ദിവസം കൊണ്ട് തീരുന്നുള്ള ദിവസം കാണിക്കണം. അപ്പോൾ ഇത് നോക്കല്ലേ, ഈ കൺകറൻറ്റ് ആക്ടിവിറ്റി പറഞ്ഞാൽ ഈ സി എന്നുള്ള ആക്ടിവിറ്റിയും ബി എന്നുള്ള ആക്ടിവിറ്റിയും തുടങ്ങുന്ന 2 എന്നുള്ള ഇവൻറ്റിൽ നിന്നാണ്.
അത് ഒരുമിച്ച് തുടങ്ങുന്നത്. ഇവിടെ എ ബിയുടെ പ്രത്യേകത എന്താ? എ കഴിഞ്ഞിട്ടാണ് ബി തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ എന്താ? ബിയും സിയും ഒരുമിച്ചാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരേ സമയം തുടങ്ങുക, സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ കൺകറന്റ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. കൺകറന്റ്. ഓക്കെ. ഇനി ഇവന്റ്, ഇതേപോലെ ഇവന്റ് സംസാരിക്കണം. എന്താ? പ്രിഡിസസർ ആണ് മുന്നല്ലേ? ഇവിടെ എന്താ? പ്രിഡിസസർ ഇവന്റ് ആണ്, മുന്നത്തെ ഇവന്റ് ആണ്. അപ്പൊ 2 എന്നുള്ള ഇവന്റ് എടുത്തു. ഈ ഇവന്റിന്റെ പ്രിഡിസസർ ഇവന്റ് ഏതാ? 1 ആണ്, മുന്നുള്ളത്. സക്സസർ ഇവന്റ് ഏതാ? 3 ആണ്, ശേഷമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിഡിസസർ എന്താണെന്നും സക്സസർ എന്താണെന്നും കൺകറന്റ് എന്താണെന്നും ആ വാക്കിന്റെ മീനിങ്, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ആക്ടിവിറ്റി ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും എന്തില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഈ ആക്ടിവിറ്റിയും ഇവന്റും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം? ഡെഫിനേഷനിൽ കിടക്കാം. എന്താണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടാസ്ക്? മൂന്നും പറയും. എന്താ? പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ടിവിറ്റീസ്. ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി ചേർന്നാണ് ഒരു പ്രൊജക്ട്, അല്ലേ? ഈ പ്രൊജക്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? എല്ലാ ആക്ടിവിറ്റികളും കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കംപ്ലീറ്റ് ആവും? പ്രൊജക്ട് കംപ്ലീറ്റ് ആവും, അല്ലേ? ഈ പ്രൊജക്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഓപ്പറേഷൻ ആണെന്നൊക്കെ പറയാം. വിച്ച് യൂട്ടിലൈസസ് റിസോഴ്സ് ആൻഡ് ടൈം. ടൈമും നമ്മുടെ റിസോഴ്സസും യൂസ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂസ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി എന്നൊക്കെ വിളിക്കാം. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ആൻഡ് ഹാസ് ആൻ എൻഡ് ആൻഡ് എ ബിഗിനിങ്. ആക്ടിവിറ്റിക്ക് എന്തുണ്ട്? ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്, അല്ലേ? ആ തുടക്കവും അവസാനത്തെ നമുക്ക് എന്താ വിളിക്കാറ്? ഇവന്റുകൾ എന്നാ വിളിക്കാറ്, അല്ലേ? ഇവന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ നമ്മൾ AOA മെത്തേഡ് എന്താണെന്ന് സംസാരിച്ചു, അല്ലേ? ഇവിടെ നമുക്ക് AOA മെത്തേഡ് എന്താ? AOA മെത്തേഡ് പറഞ്ഞാൽ ഇഫ് ആൻ ആക്ടിവിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്ട്രെയിറ്റ് ആരോ വിച്ച് സർക്കിൾസ് അറ്റ് ബോത്ത് എൻഡ്സ് ഇറ്റ് ഈസ് ആക്ടിവിറ്റി ഓൺ ആരോ. AOA മെത്തേഡ്, അതായത് ആരോയുടെ മുകളിൽ ആക്ടിവിറ്റി കാണിക്കുകയും സ്ട്രെയിറ്റ് ആരോ ഉപയോഗിച്ചിട്ടാണ് ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതും അതിൻ്റെ 2 എൻഡിൽ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് AOA മെത്തേഡ്. ഈ AOA മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇനി നോക്ക്, ഇവന്റ് എന്താ നോക്കാം. എന്താ ഇവന്റ്? ഇവന്റ് റെപ്രസെന്റ്സ് എ പോയിന്റ് ഇൻ ടൈം സിഗ്നിഫൈങ് ദ കംപ്ലീഷൻ ഓഫ് സം ആക്ടിവിറ്റി ആൻഡ് ബിഗിനിങ് ഓഫ് ന്യൂ വൺസ്. അതായത് ഒരു ആക്ടിവിറ്റിയുടെ തുടക്കവും അവസാനം, അല്ലേ? ആ അവസാനം ചിലപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത ആക്ടിവിറ്റിയുടെ തുടക്കവും ആവാം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. സക്സസർ ആക്ടിവിറ്റി ആണ് എന്താ? the event or events which follow another event is termed as successor activity. Follow means ഒന്ന് കഴിഞ്ഞ്, പിന്തുടരുക. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് വരുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? സക്സസർ എന്ന് വിളിക്കാം. അപ്പോൾ പ്രിഡിസസർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബിഫോർ, അല്ലേ? ബിഫോർ എന്നുള്ള വാക്ക് ഇതിലുണ്ട്, മുന്നേ. ബിഫോർ എന്താണ്? പ്രിഡിസസർ ഇവന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി. അതേപോലെ പ്രിഡിസസർ, ഇപ്പം നേരത്തെ ഇവന്റ് സംസാരിച്ചത്, നമ്മൾ ആക്ടിവിറ്റി സംസാരിക്കുകയാണെങ്കിൽ പ്രിഡിസസർ ആക്ടിവിറ്റി എന്നോ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് പ്രീ ഓപ്പറേഷൻ, അല്ലേ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഈ പ്രിഡിസസറിന് പകരം ഇവിടെ എന്താ ഉപയോഗിച്ചത്? പ്രീ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രിഡിസസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും പ്രീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ പ്രിഡിസസർ അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ അല്ല, പ്രീ എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എന്താണ്? ബിഫോർ, മുന്നല്ലേ? ഒന്നിന്റെ മുന്നെയാണ്. ഇവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തുള്ളത്? എക്സാമ്പിൾ നോക്കി, എ ഈസ് ദി പ്രീ ഓപ്പറേഷൻ ആക്ടിവിറ്റി ഓഫ് ബി. ബിയുടെ മുന്നുള്ള ആക്ടിവിറ്റിയാണ് എ. ബിഫോർ, പ്രിഡിസസർ, പ്രീ ഓപ്പറേഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ദെൻ അതേപോലെ പോസ്റ്റ് ഓപ്പറേഷൻ സംസാരിക്കേണ്ട കാര്യമില്ല, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്. പിന്നെ ഇവിടെ ഡമ്മി ആക്ടിവിറ്റി ഉണ്ട്. ഡമ്മി ആക്ടിവിറ്റി, ഡമ്മി എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം. ഡമ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മനുഷ്യന്റെ രൂപമുള്ള ഒരു ഡമ്മി. ഡമ്മി മനുഷ്യന്റെ രൂപം ഉണ്ട് എന്നല്ലാതെ അതിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ആ ഡമ്മി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അല്ല? ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യും, പക്ഷേ ഡമ്മി ഒന്നും ചെയ്യുന്നില്ല, കാരണം ജീവനില്ല. അതേപോലെ ജീവനില്ലാത്തൊരു ആക്ടിവിറ്റിയാണ് ആക്ച്വലി എന്ത്? ഡമ്മി ആക്ടിവിറ്റി. ഈ ഡമ്മി ആക്ടിവിറ്റി നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ചില ഭാഗത്ത് നമ്മുടെ ലോജിക്ക് ക്ലിയർ ആവാത്തൊരു സിറ്റുവേഷൻ വരും. അവിടെ നമുക്കൊരു ആക്ടിവിറ്റി വരക്കേണ്ടി വരും. പക്ഷേ ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവില്ല. അത് ഈ നെറ്റ്വർക്ക് അനാലിസിസ്, ആ നെറ്റ്വർക്ക്, ഞാൻ പറഞ്ഞു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്ക് വരക്കാനുണ്ട്. ആ നെറ്റ്വർക്ക് വരക്കുന്ന സമയത്ത് നമ്മുടെ ലോജിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡമ്മി ആക്ടിവിറ്റി. അതിന് ടൈം കൺസ്യൂം ചെയ്യില്ല, അതിന് യാതൊരു റിസോഴ്സും കൺസ്യൂം ചെയ്യില്ല. അതായത് ഒരു വസ്തുവും നമ്മൾ പ്രൊജക്റ്റിൽ അത് ഉപയോഗപ്പെടുത്തൂല, ഒരു സമയവും അത് ഉപയോഗപ്പെടുത്തൂല. ഓക്കെ, അതാണ് ഇവിടെ കൃത്യം. എനി ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം എയ്തർ എനി റിസോഴ്സ്, ഒരു റിസോഴ്സ് ഉപയോഗപ്പെടുത്തൂല അല്ലെങ്കിൽ ടൈം ഉപയോഗപ്പെടുത്തൂല, അത്തരം ആക്ടിവിറ്റി നമുക്ക് എന്ത് വിളിക്കാം? ഡമ്മി ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ഇതിന്റെ പർപ്പസ് എന്താണ്? നെറ്റ്വർക്ക് അനാലിസിസ് വരക്കുന്ന സമയത്ത് ആ ഡ്രോ ചെയ്യുന്ന ചില ഭാഗങ്ങൾ, ചില ലോജിക്കുകൾ നമുക്ക് നഷ്ടപ്പെടും. ആ ലോജിക്ക് അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി നമ്മൾ വരയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ 1, 2, 3 കൊടുത്ത്, അല്ലേ?
ഈ 1 2 3 1 2 3 ഇതൊക്കെ എന്താണ് ഇവന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി, 1 കഴിഞ്ഞാൽ പിന്നെ 2 എന്നാണ് വരുന്നത്, 0 എന്നല്ല വരുന്നത് അല്ലേ. അപ്പോൾ CPM ഉം PERT ഉം വരക്കുന്ന സമയത്ത്, നെറ്റ്വർക്ക് വരക്കുന്ന സമയത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഇവന്റുകൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം. 1 കഴിഞ്ഞാൽ 2 വേണം, 2 കഴിഞ്ഞാൽ 3 വേണം, 3 കഴിഞ്ഞാൽ 4 വേണം. അതായത് അങ്ങനെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ മാത്രമേ വരാൻ പാടുള്ളൂ, ഡിസെൻഡിങ് വരാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇവിടെ 3 കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇനി എന്ത് വരാൻ പാടില്ല, 2 വരാൻ പാടില്ല, കുറയാൻ പാടില്ല. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് എപ്പോഴും നമ്മൾ ഡ്രോ ചെയ്യുക നെറ്റ്വർക്ക്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരക്കുന്ന സമയത്ത് ഇവന്റിന്റെ ഈ നമ്പർ എന്ത് ചെയ്യണം, കൂടി കൂടി വരണം. ഈ നമ്പറിങ് ഇടുന്നൊരു നിയമമുണ്ട്, ഫൽക്കേഴ്സൺ റൂൾ എന്നതിന് പറയാം. ആ റൂളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കൂടുതൽ മനസ്സിലാവും. കൺകറന്റ് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താ കൺകറന്റ് ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്താണ്. കൺകറന്റ് ആക്ടിവിറ്റി ആണ് എന്താ, ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി. ഒരുമിച്ച് ഒരു ഇവന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, കൺകറന്റ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ഡിസ്കസ് ചെയ്താണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈം. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അല്ലെങ്കിൽ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. നമുക്കതിനെ ചുരുക്കി എന്ത് പറയാം, EFT എന്ന് പറയാം അല്ലേ. ഈ EFT എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി നോക്ക് ഇതിന്റെ ഡെഫിനിഷൻ. ദിസ് ഈസ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം അറ്റ് വിച്ച് an activity can finish. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അതിന് 2 സമയങ്ങൾ ബേസിക്കലി ഉണ്ടാവും. ഏതാ 2 സമയം? ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടല്ല, EFTയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. നിങ്ങൾ എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയാണ്, എറണാകുളത്തേക്ക് യാത്ര ചെയ്യാണ്. ഓക്കെ, മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യാണ്. ഒരു 4 മണിക്കൂർ യാത്ര സമയമുണ്ടെന്ന് വിചാരിച്ചു. 4 മണിക്കൂർ. അപ്പോൾ നമ്മൾ 4 മണിക്കൂർ, ഇപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ആണ്, അത് കൃത്യസമയത്തിന്, അല്ലെങ്കിൽ ഒരു എക്സാം ആണ്, എക്സാമിന് കൃത്യസമയത്തിന് എത്തണം. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കാണ് എക്സാം എങ്കിൽ 4 മണിക്കൂറാണ് നമ്മളെ റണ്ണിങ് ടൈം. 8 മണിക്ക് ഇറങ്ങണം അല്ലേ. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുക 8 മണിക്കല്ല ഇറങ്ങുക, 7 മണിക്ക് ഇറങ്ങും, 5 മണിക്കൂർ മുന്നേ ഇറങ്ങും. എന്താ കാരണം? ഇപ്പോൾ സാധാരണഗതിയിൽ ആ ആക്ടിവിറ്റി ഏറ്റവും എളുപ്പത്തിൽ എത്ര സമയം കൊണ്ട് തീരും, 4 മണിക്കൂർ മതി. പക്ഷേ അവിടെ എന്തെങ്കിലും ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് വിചാരിച്ചോ. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ 4 ആവില്ല, അത് 5 ആവും അല്ലേ. അപ്പോൾ നമ്മളവിടെ ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഈ ആക്ടിവിറ്റികൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വിളിക്കാം, EFT എന്ന് പറയാം. ഈ യാത്രയുടെ കാര്യം ഒന്ന് എക്സാമിന് എഴുതി വെക്കരുത്, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആണ് എന്താ, ഒരു ആക്ടിവിറ്റി എത്ര എളുപ്പത്തിൽ എത്ര സമയം മുന്നേ തീർക്കാൻ പറ്റുമോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയാം. എന്നാൽ വേറൊരു ടൈം ഉണ്ട്, ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഈ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരികയാണ്. ഇപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി തരികയെന്ന് വിചാരിച്ചോ. ഇതൊന്നും എക്സാമിന് എഴുതി വെക്കുകയോ, ഇത് പ്രൊജക്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഇത് പ്രൊജക്റ്റ് ഒന്നല്ല. ഈ അസൈൻമെന്റ് വെക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിട്ടൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പ്രൊജക്റ്റ് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റികൾ കൂടി ചേർന്നാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയും, അസൈൻമെന്റ് അടുത്ത തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ആ വെള്ളിയാഴ്ച എന്നുള്ളത് എന്തല്ല, നമ്മൾ ആ മാക്സിമം സമയത്തിൻ്റെ ഉള്ളിലത്തെ സമയമാണ്, മാക്സിമം സമയമല്ല. അപ്പോൾ വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാം, പിന്നെ EFT ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈം. തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, തിങ്കളാഴ്ച എന്ന സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ തിങ്കളാഴ്ച എന്നുള്ളത് എന്താണ്, തിങ്കളാഴ്ച നിർബന്ധമായും വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാം, തിങ്കളാഴ്ചയുടെ മുന്നേയും വെക്കാം, വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വെക്കാം. ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വെക്കുക എന്നുള്ളത് EFT ആണ്, ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈം ആണ്. തിങ്കളാഴ്ച എന്നുള്ളത് LFT ആണ്, ആ തിങ്കളാഴ്ചയുടെ അപ്പുറം പോകാൻ പാടില്ല. ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ EFTയും LFTയും കോൺസെപ്റ്റ് മനസ്സിലാക്കണം. EFT എന്ന് പറഞ്ഞാൽ ആദ്യം LFT പറഞ്ഞാൽ EFT വളരെ ഈസി ആയി. LFT പറഞ്ഞാൽ എന്താ, ഒരു സമയമുണ്ട്, ഒരു ആക്ടിവിറ്റി A എന്നുള്ള ആക്ടിവിറ്റി ഉണ്ട്, 10 ദിവസമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, 10 ദിവസം കൊണ്ട് നിർബന്ധമായിട്ടും ആക്ടിവിറ്റി എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് 8 ദിവസം കൊണ്ട് തീർക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും മുന്നേ തന്നെ തീർക്കാം. ആ മുന്നേ തീർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, EFT എന്ന് പറയാം. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് 2 സമയമുണ്ട്, ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈമും ഉണ്ട്, ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈമും ഉണ്ട്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ
നമ്മൾ ഈ നെറ്റ്വർക്ക് അനാലിസിസ് നെറ്റ്വർക്ക് വരക്കുന്ന സമയത്ത് EFTയും LFTയും കണ്ടുപിടിക്കാനുണ്ട്, രേഖപ്പെടുത്താനുണ്ട്. അത് രേഖപ്പെടുത്തുക. EFT എപ്പോഴും രേഖപ്പെടുത്തുക നോഡ് അല്ലേ, ഇവന്റ് ആണ് നോഡിൽ നമ്മൾ എഴുതാറ്. ഈ നോഡിന്റെ മുകളിൽ ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിലായിട്ടാണ് EFT നമ്മൾ രേഖപ്പെടുത്തുക, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഓക്കെ, ഈ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം റെക്റ്റാങ്കിൾ ആണെങ്കിൽ LFT നമ്മൾ രേഖപ്പെടുത്തുക, ഇതിപ്പോൾ നോഡിന്റെ മുകളിലാണ്, നോഡിന്റെ താഴെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് LFT നമ്മൾ രേഖപ്പെടുത്താറ്. ഓക്കെ, LFT നമ്മൾ രേഖപ്പെടുത്താറ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ നോക്കി നോക്ക്. എ എന്നുള്ള ആക്ടിവിറ്റി ഏറ്റവും എളുപ്പത്തിൽ എത്ര ദിവസം കൊണ്ട് തീർക്കണം? 10 ദിവസം കൊണ്ട് തീർക്കണം എന്നായി. ഓക്കെ, ഇവിടെ ബി എന്നുള്ള ആക്ടിവിറ്റി ഇപ്പോൾ ഇവിടുന്ന് തുടക്കട്ടോ, 1 തുടങ്ങി എ എന്നുള്ള ആക്ടിവിറ്റി അവസാനിച്ചു, ബി എന്ന് ഇവിടെ തുടങ്ങി 3 അവസാനിച്ചു. പ്രൊജക്റ്റ് ഈ ഭാഗത്ത് തുടങ്ങി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനിക്കുമ്പോഴേക്കും ഇവിടുത്തെ EFT എന്താ? ഏറ്റവും എളുപ്പത്തിൽ എത്ര ദിവസം കൊണ്ട് തീർക്കണം? അവിടെ 15 ദിവസം കൊണ്ട് തീർത്താൽ വളരെ നന്നു. ഓക്കെ, ഇനി അഥവാ ആ 15 ദിവസം തീർത്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ ഒരു ചെറിയൊരു 15 ദിവസം കൊണ്ട് തീർത്തില്ലെങ്കിലും LFT പറയാണ്ട്, LFT ഒരു 18 ദിവസം ആണെങ്കിൽ എൻ്റെ മീനിങ് എന്താ? അപ്പോൾ ഇവിടെ LFT കൊടുത്തു, ഇവിടെ ഒരു LFT 18 കൊടുത്ത് വിചാരിച്ചു. ഇതിന്റെ മീനിങ് എന്താ? ഇവിടെ നിന്നും നമ്മുടെ പ്രൊജക്റ്റ് ബി എന്നുള്ള ആക്ടിവിറ്റിയിലൂടെ കടന്നുപോയി എത്ര ദിവസം കൊണ്ട് തീർക്കാം? 15 ദിവസം കൊണ്ട് തീർക്കണമെന്നല്ല. ഇനി അഥവാ 15 ദിവസം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം, എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം, എന്തെങ്കിലും വിഷയങ്ങൾ കാരണം തീർക്കാൻ പറ്റിയില്ലെങ്കിലും നിർബന്ധമായിട്ട് എത്ര ദിവസം കൊണ്ട് തീർക്കണം? 18 ദിവസം കൊണ്ട് തീർത്തിരിക്കണം. വെള്ളിയാഴ്ച വെക്കാണ് വേണ്ടത്. ഇനി വെള്ളിയാഴ്ച വെക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല? തിങ്കളാഴ്ചക്ക് അപ്പുറം പോകാൻ പാടില്ല. അതേപോലെ 15 ദിവസം കൊണ്ടാണ് തീർക്കേണ്ടത്, പക്ഷെ എന്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല? 18 ദിവസത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. സോ ദിസ് ഈസ് EFT ആൻഡ് ദിസ് ഈസ് LFT. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ നമുക്ക് സംസാരിക്കാം. അതിൽ നമുക്ക് ഈ ഫസ്റ്റ് EFTയുടെ കാൽക്കുലേഷൻ എങ്ങനെ നോക്കിയേക്കല്ലേ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. 10 എന്ന് പറയാൻ കാര്യം എപ്പോഴും ഇത് 1 എന്നുള്ള ഇവന്റിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ നിന്നാണ് പ്രൊജക്റ്റ് തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് മുകളിൽ ആരാണ്? EFT ആണ്. EFT 0 ആയിരിക്കും. LFT എന്തായിരിക്കും? 0 ആയിരിക്കും. തുടക്കം സമയത്ത് തുടങ്ങുമ്പോൾ എന്താ, സമയം തുടങ്ങുന്നുള്ളൂ അല്ലേ, അവിടെ സമയം ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സോ തുടക്കം എന്നുള്ളിടത്ത് സമയമില്ല, ഒരു സമയമില്ല, ഒരു ടൈമും ഇല്ല, ഒരു തരത്തിലുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ EFTയും LFTയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. സംശയമൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ 10 എന്ന് എന്തുകൊണ്ടാ നോക്കി നോക്കി, 0 + 10 എത്ര? 10. ഇവിടെ 59 വന്നത് 10 + 5 15 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ച് EFTയെ സംബന്ധിച്ചാ എങ്ങനെ EFT ഞാൻ മനസ്സിലാക്കിയത്? ഇവിടെ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എപ്പോഴും EFTയെ സൂചിപ്പിക്കുന്ന ഒരു ജോമെട്രിയാണ്. സോ ഇവിടെ കണ്ടുപിടിച്ചത് EFT കണ്ടുപിടിച്ചത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, എന്താണ് സംഭവിക്കുന്നത്? ആഡിങ് ആണ്, പ്ലസ് ആണ് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ഓരോ ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EFT കണ്ടുപിടിക്കാം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിക്കാം. കോൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ, അതിൻ്റെ കോൺസെപ്റ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ ഈ ഒരു ആക്ടിവിറ്റിയുടെ ടൈം, ഇതിൻ്റെ മുകളിലത്തെ EFT പ്ലസ് ഈ ആക്ടിവിറ്റിയുടെ ടൈമാണ് ഇവിടുത്തെ ഈ ഇവന്റിന്റെ EFT. ഈ 3 എന്നുള്ള ഇവന്റിന്റെ EFT എന്താ വരിക? ഈ 2 എന്നുള്ള ഇവന്റിന്റെ EFT പ്ലസ് ബി എന്നുള്ള ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ അതുകൂടിയാണ് എന്ത്? 3 എന്നുള്ള ഇവന്റിന്റെ EFT എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു EFT നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വേറൊരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റി വരക്കാണ്, C എന്നുള്ള ആക്ടിവിറ്റി വരക്കാണ്. C, 8 എന്ന് വരക്കാണ്. എന്താ? C എന്നുള്ള ആക്ടിവിറ്റി 8 ദിവസം കൊണ്ട് തീർക്കണം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഒരു EFT എഴുതണം. EFT എങ്ങനെ എഴുതുക? ഇത് 4ാമത്തെ ഇവന്റ് ആണ് അല്ലേ, അത് ഓർഡറിൽ തന്നെ വരണം, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് ഈ ഭാഗത്തുള്ള EFT എഴുതണം. എങ്ങനെ എഴുതാം? 4 എന്നുള്ള ഇവന്റിന്റെ മുന്നത്തെ ഇവന്റ് നോക്കുക, ഏതാ? 3 എന്നാണ് അല്ലേ. അപ്പോൾ 4ന്റെ പ്രിഡിസിസർ ഇവന്റ് നോക്കുക അല്ലേ. ഒന്നുകൂടെ സ്പെസിഫൈ സംസാരിക്കാൻ, പ്രിഡിസിസർ ഇവന്റ് നോക്കി എത്ര? 3 ആണ്. 3ന്റെ മുകളിലത്തെ EFT എത്രയാണ്? 15 ആണ്. 15 പ്ലസ് C എന്നുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 8 ആണ്. അപ്പോൾ 15ഉം 8ഉം കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 15 8ഉം 23. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് എവിടുന്നാണ് വരുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യം EFTയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അപ്പോൾ EFT മനസ്സിലാക്കി കഴിഞ്ഞാൽ LFT നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ടിവിറ്റി, ഇവന്റ്, AOA മെത്തേഡ്, പിന്നെ LFT, EFT, ഇത്തരം ഇതിൻ്റെ കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ഇതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യേണ്ട ഒരു 80% നോളജ് നിങ്ങളെ കയ്യിലായി തന്നെയാണ്. പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. എനിവേ താങ്ക് യു.